ബ്രില്യൻ +1 +2 ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാം. +1 +2 പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസ് പരിശീലനവും നേടിക്കൊണ്ട് രാജ്യത്തെ ഉയർന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IIT എയിംസുകളിൽ ചേർന്ന് പഠിക്കാനുള്ള സുവർണ അവസരമാണ് ബ്രില്യൻ നിങ്ങൾക്കായി ഒരുക്കുന്നത്. +1 +2 ഏത് സിലബസിലും പഠിച്ചുകൊണ്ട് CBSEയോ സ്റ്റേറ്റോ ISEയോ ഏത് സിലബസിലും പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്ന സ്ഥാപനങ്ങളിൽ ചേരാനുള്ള അവസരം. ബ്രില്യൻ IIT എയിംസ് 2028 റെസിഡൻഷ്യൽ +1 +2 ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. 12ാം ക്ലാസ്സിന് ശേഷം ഓരോ വിദ്യാർത്ഥികളും അനന്ത സാധ്യതകൾ തന്നെയാണ്. IITകൾക്കും എയിംസുകൾക്കും ഒക്കെ അപ്പുറം IISകളും IISTകളും IIMകളും റിസർച്ചിൻ്റെയും ഡിഗ്രിയുടെയും എഞ്ചിനീയറിംഗിൻ്റെയും മെഡിക്കലിൻ്റെയും ഒക്കെ അനന്ത സാധ്യതകൾ തന്നെയാണ് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്കായി വിഭാവനം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ചിറകിട്ടടിച്ചുയരുമ്പോൾ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ഈ 10ാം ക്ലാസ് കാലഘട്ടമാണ്. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ചെറിയൊരു തീരുമാനമാണ് നാളെ നിങ്ങൾ എവിടെയായിരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. തീരുമാനം 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട സമയം +1 and +2 ആണ്. അപ്പൊ മിസ്സേ, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അവരുടെ അംബിഷൻസും അതേപോലെ തന്നെ ഇൻട്രസ്റ്റുകളും അനുസരിച്ചായിരിക്കും പല പല ഫീൽഡുകൾ ഇവർ തിരഞ്ഞെടുക്കുന്നുണ്ടാവാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഡോക്ടർ ആവാന്നുള്ളത് പലരുടെയും ഒരു ലക്ഷ്യമായിരിക്കും. അപ്പോൾ ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നീറ്റ് എക്സാം നല്ല മാർക്കോട് കൂടി ക്വാളിഫൈ ചെയ്താലാണ് നല്ല നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അഡ്മിഷൻ നേടിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, എഞ്ചിനീയറിംഗ് നമുക്കറിയാം ഇന്ന് നമ്മുടെ ലോകത്തെ നിയന്ത്രിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അപ്പൊ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നല്ലൊരു ഡ്രീം പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് ഒരു ഗ്രാജുവേറ്റ് ആവണം. അപ്പൊ നമുക്കറിയാം പല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നല്ല നാഷണൽ റെപ്യൂട്ടേഷൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അവിടെയാണ് സീറ്റ് കിട്ടണം എന്നുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കറിയാം പല പല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾക്കറിയാം. ഇപ്പം എഞ്ചിനീയറിംഗിന്റെ കേസിലാവുമ്പോൾ നിങ്ങൾക്കറിയാം IIT ഉണ്ട്, NIT ഉണ്ട്, NISER ഉണ്ട്, ISER ഉണ്ട്, പിന്നെ IISc എന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള നമ്മളുടെ എയിംസ്, അതുപോലെ ജിപ്മർ, AFMC, അതുപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട്. അപ്പൊ ഇതേപോലെയുള്ള ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സാംസ് ഉണ്ട് അല്ലെ? നമുക്ക് വെറുതെ അങ്ങോട്ട് കയറി ചെന്നാൽ നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടില്ല. കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മൾ ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു IIT എയിംസിന്റെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നേടിയെടുക്കാനായിട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ സംശയമാണ്, എന്താണ് ബ്രില്യന്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം? +1 +2നൊപ്പമുള്ള 2 വർഷത്തെ ഒരു തീവ്ര പരിശീലനമാണ് IIT എയിംസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പേര് പോലെ തന്നെ, ബാച്ചിൻ്റെ പേര് പോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു അഡ്മിഷനാണ് നമ്മുടെ ലക്ഷ്യം. ഇനി നമുക്ക് ബ്രില്യന്റ് നാളിതുവരെ നേടിയ കേരള എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്കുകൾ ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് 2005 നിനോയ് ജോബ് കണ്ണമ്പള്ളി ആദ്യമായിട്ട് ബ്രില്യന്റിലേക്ക് ഒരു എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക്, കേരള ഫസ്റ്റ് റാങ്ക് കൊണ്ടുവന്നത് നിനോയ് ജോബ് കണ്ണമ്പള്ളിയാണ്. +1 +2 പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, +1 +2 പഠനത്തോടൊപ്പം എങ്ങനെ ഇത് സാധ്യമാകുന്നു എന്നുള്ളതിന് ആൻസർ ആണ് നിനോയ് ജോബ്. അതുപോലെ തന്നെയാണ് 2011 നമ്മുടെ ദിലീപ് കെ അദ്ദേഹം ഇപ്പോൾ ദിലീപ് കെ കരിക്കര ഇപ്പോൾ അദ്ദേഹം തിരൂര് സബ് കളക്ടറാണ്. അപ്പോൾ ഇവിടെ പഠിച്ച് +1 +2 പഠനത്തോടൊപ്പം തന്നെ കേരള എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആളാണ്. തൊട്ടടുത്ത് തന്നെ 2012 ബിനു ജോർജ് ഉണ്ട്, കേരള 1ാം റാങ്ക് കരസ്ഥമാക്കി. 2013 ആൽബിൻ ജോസ് ഒക്കെ കേരള എൻട്രൻസിന് ആദ്യം +1 +2 പഠനത്തോടൊപ്പം നമ്മളിപ്പോൾ ഓർക്കുന്ന N7 ബാച്ചിലാണ് പഠിച്ചതെന്ന്. ആ N7 ബാച്ചിൽ പഠിച്ച് 100-നകത്ത് റാങ്ക് വന്നു. പക്ഷെ ഒന്നുകൂടെ ബെറ്റർ റാങ്ക് കിട്ടാൻ വേണ്ടി നമ്മള് റിപ്പീറ്റർ ബാച്ചിൽ ഒന്നുകൂടെ ജോയിൻ ചെയ്തു. 2013 1ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് ആൽബിൻ ജോസ്. അതുപോലെ തന്നെയാണ് 2014 ഋതുലും അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു കുട്ടിയാണ്. കാരണം ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ ഇച്ചിരി ഒന്ന് മാർക്ക് കുറഞ്ഞു പോയി എന്ന് തോന്നിയിട്ട് IIT സ്വപ്നം കണ്ട് ആ അറ്റംപ്റ്റിൽ കേരള എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആളാണ് ഋതുൽ പി. 2016 വരുമ്പോൾ രാം ഗണേശ് ഫസ്റ്റ് റാങ്ക്, കേരള ഫസ്റ്റ് റാങ്ക് നേടിയത് 2016 +1 +2 പഠനത്തോടൊപ്പം ഹൈബ്രിഡ് ബാച്ചിലായിരുന്നു. എറണാകുളം സെൻട്രലിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ 1ാം റാങ്കിലേക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ്. 2018 എത്തുമ്പോൾ അമൽ മാത്യു,
2019 ആയപ്പോഴേക്കും നമ്മുടെ വിഷ്ണു വിനോദാണ് കേരള എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് റാങ്ക് ബീറ്റ് ചെയ്തിരിക്കുന്നത്. 2020 ആയപ്പോ വരുൺ KS, വരുണും ഈ പറഞ്ഞ പോലെ മാർക്ക് ഇച്ചിരി കുറവാണെന്ന് തോന്നിയ സമയത്ത് ഒന്നുകൂടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് റിപ്പീറ്റഡ് കോച്ചിങ്ങിന്റെ ഭാഗമാവുകയും കേരള എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്ത ആളാണ് വരുൺ KS. 2021 വന്നപ്പോ ഫയസ് ഹാഷിം ഇതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലെ വിദ്യാർത്ഥിയായിരുന്നു. 2022 കോമൺ ഫാക്ടർ ഉണ്ട്. വിശ്വനാഥ് വിനോദ് ആൻഡ് വിഷ്ണു വിനോദ് രണ്ടുപേരും ഒരു കുടുംബത്തിൽ നിന്ന് ബ്രില്യന്റിൽ വന്ന് ജോയിൻ ചെയ്ത് പഠിച്ച് 2019 2022 1ാം റാങ്ക് കരസ്ഥമാക്കി. കേരള എഞ്ചിനീയറിംഗ് 1ാം റാങ്ക് കരസ്ഥമാക്കിയ ഒരു ജ്യേഷ്ഠനും അനുജനുമാണ്. ഒരു കുടുംബം എങ്ങനെയാണ് ബ്രില്യന്റിനെ വിശ്വസിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ്. 2019 ആ കുട്ടി ഇവിടെ പഠിച്ചു. അതിനുശേഷം അവർ പേരന്റ്സ് സെലക്ട് ചെയ്ത് ബ്രില്യന്റിൽ തന്നെ ജോയിൻ ചെയ്യാനാണ്. അതുകൊണ്ടാണ് ആ തീരുമാനത്തിന് അടിവരയിടുകയാണ് കേരള എഞ്ചിനീയറിംഗ് പഠിക്കൂ റാങ്കിൽ കരസ്ഥമാക്കൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. നമുക്ക് 2023 സഞ്ജയ് പി മല്ലാറാണ്. സഞ്ജയ് പി മല്ലാർ കേരള എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക് ബീറ്റ് ചെയ്തുകൊണ്ട് ആ വർഷവും ബ്രില്യന്റിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചു. 2024 വരുമ്പോ ദേവാനന്ദ് ഇങ്ങനെ നോക്കിയും പറയാം ഒരു റാങ്കുകളുടെ 1ാം റാങ്കുകളുടെ ജൈത്ര യാത്രയാണ്. ഇത്രയും റിസൾട്ട് 1ാം റാങ്കിൽ കരസ്ഥമാക്കിയ ഒരു മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റിസൾട്ട് കരസ്ഥമാക്കിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ അടുത്ത ഇതുപോലൊരു സ്ലൈഡിൽ നിങ്ങൾ ഓരോരുത്തരുടെയും മുഖമായിരിക്കും വരേണ്ടത്. അതിനായുള്ള തയ്യാറെടുപ്പിലേക്കാണ്. നിങ്ങൾ ആരുമാകാം പരിശ്രമിച്ചാൽ മാത്രം മതി. ബ്രില്യന്റിനൊപ്പം ചേർന്ന് പരിശീലിച്ചാൽ മാത്രം മതി. നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ കുറെ ആൾക്കാർ ഇവിടെ സജ്ജമായിട്ട് ഇരിപ്പുണ്ട്. ആ വഴിയിലേക്ക് നടക്കേണ്ടത് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. +1 +2 പഠനത്തോടൊപ്പം തന്നെ ബ്രില്യന്റിനൊപ്പം യാത്ര ചെയ്ത് എഞ്ചിനീയറിംഗിലെ മികച്ച വിജയം നമ്മൾ കണ്ടു. മെഡിക്കലിൽ നമുക്ക് തീർച്ചയായിട്ടും നോക്കാം മറ്റൊരു ചരിത്ര യാത്ര തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തിയത്. 2009 ജെയ്ബൻ ജോർജ് ഓൾ ഇന്ത്യ റാങ്ക് ആണ് ബ്രില്യന്റിലോട്ട് എത്തുന്നത് ആദ്യമായിട്ട്. തീർച്ചയായിട്ടും ഒരു മലയാളി എയിംസിൽ ചരിത്രത്തിൽ ഇന്ന് വരെ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ളത് ജെയ്ബൻ ജോർജ്. അന്ന് നീറ്റില്ല, പല എക്സാമുകളാണ്. ആ എക്സാമിൽ എയിംസിനായിട്ട് നടന്ന എക്സാമിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് നേടിക്കൊണ്ടാണ് ജെയ്ബൻ +1 +2 പഠനത്തോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. 2010 ഡൽഹി എയിംസിലെ പ്രസിഡന്റ് ഡോക്ടറാണ്. 2012 വരുമ്പോ ശില്പായംപോള് കേരള ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഫസ്റ്റ് റാങ്ക് തന്നെയാണ്. ഇത് ഡൽഹി എയിംസ് ആണ്. ഇത് ശില്പ ഡൽഹി എയിംസിലാണ് പഠിച്ചത്. ഇപ്പോ പ്രസിഡന്റ് ഡോക്ടറാണ്. തീർച്ചയായിട്ടും 2013 +1 +2 പഠനത്തോടൊപ്പം തന്നെ കേരള മെഡിക്കൽ ഫസ്റ്റ് റാങ്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ലിൻഡ തോമസ് ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയതോടെ ലിൻഡയും എയിംസിൽ പോയി. തീർച്ചയായിട്ടും അന്ന് 2 എക്സാം ഉണ്ട്, കേരള മെഡിക്കൽ എക്സാം ഉണ്ട്. അതിലും ഫസ്റ്റ് റാങ്ക് ബ്രില്യന്റിൽ തന്നെയായിരുന്നു. ഗോകുൽജി നായരാണ് നേടിയത് 2013. കാരണം ആ സമയത്ത് നീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് നീറ്റ് 2014 ബേസിൽ കോശി സജീവ് അതും ഡൽഹി എയിംസിലാണ് പോയത്. +1 +2 കേരള മെഡിക്കലിൽ ഫസ്റ്റ് റാങ്ക് ആണ്. +1 +2 പഠനത്തോടൊപ്പം തന്നെ ആ വർഷം തന്നെ, കാരണം +2 ശേഷം ഒരു വർഷം ഇതിനായിട്ട് മാറ്റിവെക്കാതെ തന്നെ തന്റെ ലക്ഷ്യം കൈവരിച്ചവരാണ് ബേസിൽ കോശിയും. എത്തുന്നു മുഹമ്മദ് മുനാവിർ 2016. മുഹമ്മദ് മുനാവിറിനെ നമുക്ക് എയിംസിൽ കാണാൻ സാധിക്കും. എയിംസിൽ മാത്രമല്ല, ചരിത്രത്തിൽ കേരള എൻട്രൻസിന്റെ അവസാന വർഷമായിരുന്നു. കേരള എൻട്രൻസ് നടന്ന അവസാന വർഷം 960 960 മാർക്കും ഒരൊറ്റ വിദ്യാർത്ഥിയായിട്ടുള്ളൂ. ഫുൾ മാർക്ക് കരസ്ഥമാക്കിയാണ് മുഹമ്മദ് നവീർ അന്ന് കേരള ഫസ്റ്റ് റാങ്ക് എത്തിയതും അതിനുശേഷം ഡൽഹി എയിംസിൽ ജോയിൻ ചെയ്യുന്നത്. വരുന്നു റെസിഡൻഷ്യൽ ബാച്ചിൽ നിന്നും +1 +2 പഠനത്തോടൊപ്പം തന്നെ ഡെറിക്ക് കേരള മെഡിക്കൽ ഫസ്റ്റ് റാങ്ക്. 18 ജസ്മരിയ ബെന്നി. 2021 ഗൗരി ശങ്കർ എസ്. +1 +2 പഠനത്തോടൊപ്പം ഇതൊക്കെ സാധ്യമാണോ എന്നുള്ളതിന് ജീവിക്കുന്ന വിജയഗാഥ തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൗരിശങ്കറും ഡൽഹി എയിംസ് ആണ്. ഡൽഹി എയിംസ് നന്ദിതാപ്പി 2022 തീർച്ചയായിട്ടും ശരിക്കും ഡൽഹി എയിംസിന്റെ പ്രൊമോ വീഡിയോ പോലെയാണ്. തീർച്ചയായിട്ടും 2023 എത്തുമ്പോഴത്തേക്കും ആര്യയാണ്. ആര്യക്ക് ഡൽഹി കിട്ടും. ഉറപ്പായിട്ടും ഡൽഹി എയിംസ് കിട്ടുമായിരുന്നു. പക്ഷേ നാട്ടിൽ തന്നെ പഠിക്കാനുള്ള ആര്യ കേരള മെഡിക്കൽ ഫസ്റ്റ് റാങ്കിലൂടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പ്രവേശനം. വീണ്ടും ചരിത്ര വിജയം. തീർച്ചയായിട്ടും ബ്രില്യന്റിന് അല്ലെങ്കിൽ മലയാളികളുടെ അഭിമാന വർഷമായിരുന്നു 2024. +1 +2 പഠനത്തോടൊപ്പം തന്നെ 720 ഓൾ ഇന്ത്യ റാങ്ക് 1 ശ്രീനന്ദ് ശർമിൽ. 1 കോടി രൂപ കോടീശ്വരനായിട്ടാണ് എയിംസ് ഡൽഹിയില് ശ്രീനന്ദ് ശർമിൽ കടന്നു ചെന്നത്. +1 +2 തന്നെ ബ്രില്യന്റിലെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ തന്നെയാണ് ശ്രീനന്ദും തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. 2025 വരുമ്പോൾ നമ്മുടെ തീർച്ചയായിട്ടും ഡീപ്നിയും ഇന്ന് പഠിക്കുന്നത് ഡൽഹി കിട്ടും. പക്ഷെ ഡീപ്നിക്ക് കുറച്ചും കൂടെ ആഗ്രഹം ജിപ്മർ ആയിരുന്നു. ജിപ്മറിലാണ് ഡീപ്നിയെ ചേർന്നിരിക്കുന്നത്. തന്റെ കരിയർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗിന്റെയും മെഡിക്കലിന്റെയും
തുടർച്ചയായിട്ടുള്ള ഫസ്റ്റ് റാങ്കുകളാണ് നമ്മൾ കണ്ടത്. നമുക്കിവിടെ സെക്കൻഡ് റാങ്ക് ബാക്കിയുള്ള ഒരു റിസൾട്ടിന്റെ മൊത്തം ഒരു അനാലിസിലോട്ട് നമ്മളൊന്നും കടക്കുന്നില്ല. കാരണം അതെ ഫസ്റ്റ് റാങ്കുകൾ മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചത്. അപ്പം ഓരോ 100 എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് 85% കുട്ടികളും നമുക്കറിയാം ബ്രില്യന്റിലൂടെ കടന്നു പോയവരാണ്. അഡ്മിഷൻ എടുക്കാൻ വരുന്ന പേരൻസിന് നമ്മുടെ സൈറ്റിൽ കയറി അറിയാം. എല്ലാ വർഷങ്ങളിലെയും 2009, 2011, 10, 12, 13 എല്ലാ വർഷങ്ങളിലെയും ഡീറ്റെയിൽഡ് ലിസ്റ്റാണ്. ബ്രില്യന്റിൽ പഠിച്ച ഒരു കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, MBBS അഡ്മിഷൻ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം കൃത്യമായ ലിസ്റ്റ് നമ്മുടെ സൈറ്റിലുണ്ട്. അതും മറ്റവർക്ക് അവകാശപ്പെടാനില്ല. അത് മാത്രമല്ല, ഇത് മലയാളി കുട്ടികളാണ്. ബ്രില്യന്റിൽ പഠിച്ച മലയാളി കുട്ടികളുടെ മാത്രം റിസൾട്ടാണ്. അപ്പോൾ മലയാളികളായിട്ടുള്ള ഒറ്റ കുട്ടികൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ആ മലയാളി കുട്ടികളുടെ മാത്രം റിസൾട്ട് വെച്ചാണ് നമ്മൾ റിസൾട്ട് പറയുന്നത്. തീർച്ചയായിട്ടും മലയാളികളുടെ ഒരു കോർ ഗ്രൂപ്പിൽ പഠിക്കാനായിട്ടാണ് റെസിഡൻഷ്യൽ ബാച്ചിലോട്ട് നിങ്ങൾക്കും ഒരു അവസരം ഉണ്ടാകുന്നത്. അപ്പം 2028 നിങ്ങളുടെ ആഗ്രഹം അത് എഞ്ചിനീയറിംഗ് ആവാം, മെഡിക്കൽ ആവാം, റിസർച്ച് ആവാം. അപ്പം നമ്മൾ പറഞ്ഞു ഐസറിലെ ടോപ്പ് റാങ്ക് പറഞ്ഞു 240 240 കിട്ടിയത് നമ്മൾ വിവേക് മേനോനെ പറഞ്ഞു. ജസ് കുര്യാക്കോസിനെ കഴിഞ്ഞ വർഷം ജസ്വിൻ കുര്യാക്കോസ് ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടി, ഐസറിൻ്റെ പരീക്ഷയിൽ കിട്ടി. അപ്പം നിങ്ങളുടെ താല്പര്യം ആഗ്രഹം എന്തുമാവട്ടെ 2028 ഒരു പ്രൊഫഷണൽ കോഴ്സിൽ പ്രവേശനം നേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ യഥാർത്ഥ തീരുമാനം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ സമയമാണ് എടുക്കേണ്ടത്. പഠിക്കേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്, കഠിനാധ്വാനം ചെയ്യേണ്ടത് +1 +2-നൊപ്പമാണ്. അത് ബ്രില്യന്റിനൊപ്പമാണെങ്കിൽ അതെ അവിടെ വരുന്നത് കേരളത്തിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അവരോടൊപ്പം കോമ്പീറ്റ് ചെയ്ത് അവരോടൊപ്പം റിസൾട്ട് നേടാനുള്ള അവസരമാണ്. ബ്രില്യന്റിനോട് ചേർന്ന് പഠിച്ചാലുള്ള ഗുണം നിങ്ങൾക്ക് അത് മനസ്സിലാകും. അത് മുൻ വർഷങ്ങൾ റിസൾട്ട് നോക്കിയാൽ മനസ്സിലാകും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. 2025 ജെഇയുടെ ടോപ്പേഴ്സിലേക്ക് നമുക്ക് നോക്കിയാൽ ജെഇ അഡ്വാൻസിലും ജെഇ മെയിനിലും അക്ഷയ് ബിജു ആണ് കേരളത്തിലെ ഒന്നാമനായത്. അതുപോലെ എല്ലാം പൊന്നാക്കുമായിരുന്നു ജെസ്സിൻ നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിലൂടെ. അപ്പോൾ അവർക്ക് സംശയം തോന്നും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ജെഇ മെയിൻ റാങ്ക്, ജെഇ അഡ്വാൻസ്ഡ് റാങ്ക്, അതുപോലെ തന്നെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക്, നീറ്റ് ഓൾ ഇന്ത്യ 880 നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക്. അതുകൂടാതെ 1,00,000-ലധികം വിദ്യാർത്ഥികൾ എഴുതിയ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് IIT-യുടെയും ഓൾ ഇന്ത്യ 1ാം റാങ്കാണ് ജസ്വിൻ കുര്യാക്കോസ് നേടിയത്. പഠിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? IISc ബാംഗ്ലൂരിലാണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പം ഇതാണ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. സബ്ജക്ട് ഏത് സബ്ജക്ട് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എല്ലാം ഓർക്കുക, ഈ കുട്ടികളെല്ലാം ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിച്ചവരാണ്. ഇവരാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തരുന്ന ജീവിക്കുന്ന എക്സാമ്പിളുകൾ. ഇത് ടോപ്പേഴ്സ് ആണ്. ടോപ്പേഴ്സ് കടന്നിട്ടില്ല. ഇല്ല, താഴേക്ക്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കാര്യം പറയാണ്, ഈ 2025 ഫസ്റ്റ് ചാൻസിൽ ഏതാണ്ട് 180ഓളം കുട്ടികളാണ് IIT-കൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആകെ നേടിയ മലയാളികൾ എത്ര നോക്കണം. 275 മലയാളികളാണ് IIT-കളിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. മലയാളികൾ IIT-ൽ പഠിക്കുന്നവരാണ്. ജെഇ അഡ്വാൻസ് ക്വാളിഫൈഡ് ആയവരല്ല. മറ്റു പല സ്ഥാപനങ്ങളും ജെഇ അഡ്വാൻസ് ക്വാളിഫൈഡ് ആയവർ എന്നാ പറയുക. 18,000 എണ്ണം IIT-ൽ പഠിക്കുന്ന കുട്ടികൾ ജോയിൻ 23 IIT-കളിൽ 2025 പഠിക്കുന്നവരുടെ എണ്ണം. ഒരു IITN എന്ന പേരിന് അർഹനായ കുട്ടികളാണ്. അതിലൊരു 180ഓളം പേര് ഫസ്റ്റ് ചാൻസിൽ നമ്മുടെ ബാച്ചിൽ നിന്നും കയറി വന്നു എന്ന് പറയുമ്പോൾ പലരും പറയും മലയാളികൾക്ക് IIT കിട്ടാൻ പ്രയാസമാണ്. ഒരു പ്രയാസവും ഇല്ല. 2025 അവർ ബോർഡ് എക്സാം എഴുതി, CBSE എഴുതി, ISC എഴുതി, സ്റ്റേറ്റ് ബോർഡ് എഴുതി. ഒപ്പം തന്നെ 2025 മെയിൽ ജെഇ അഡ്വാൻസ്ഡും എഴുതി IIT-കളിലാണ് പഠിക്കുന്നത്. സാർ, ഇതൊക്കെ പറയാൻ നമ്മൾ 2025 എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ മാനേജ്മെന്റ്, നമ്മുടെ ഡയറക്ടേഴ്സിന്റെ ഒരു ദീർഘവീക്ഷണമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വിരലിൽ എണ്ണാവുന്ന IITs ആയിരുന്നെങ്കിൽ ഇന്ന് 2025 സാർ പറഞ്ഞ എണ്ണം 300ന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അപ്പൊ അടുത്ത വർഷം 2026 ഞങ്ങളൊരു 350-400 IIT-കളാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മലയാളികളുടെ ഒരു IIT എന്ന് പറയുന്ന സ്വപ്നം വഴിയാണ് ആ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ IIT എയിംസ് 2028 എന്നുള്ള IIT എയിംസ് എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ഇവിടെ പഠിച്ചു പോയ IIT-കളിലൊക്കെ കിട്ടിയ കുട്ടികളാണ് നമ്മളോട് പറഞ്ഞത്, ഇങ്ങനെ +1 +2ന്റെ കൂടെ പഠിപ്പിക്കണം, ഇങ്ങനെ പഠിക്കാനുള്ള അവസരം കൊടുത്താൽ ഈ നേട്ടങ്ങൾ നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് മലയാളികൾക്കും സാധിക്കും എന്ന് പഠിപ്പിച്ചത്. നമ്മുടെ IIT-കളിലൊക്കെ ആദ്യകാലത്ത് പോയ 2-3 കുട്ടികൾ കേരളത്തിൽ നിന്ന് പോയ കാലത്ത് നിന്ന് അവർ തന്ന ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് നമുക്ക് 2025 ഈ സ്വപ്ന സമാനമായ നേട്ടങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.
ഈ റിസൾട്ടിലേക്ക് പറയുമ്പോൾ ബ്രില്യന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, റിസൾട്ട് ഉള്ളത് പഠിക്കൂ, റാങ്കുകൾ കരസ്ഥമാക്കുമെന്ന്. ബ്രില്യന്റിന്റെ ഈ റിസൾട്ട് മലയാളികളായ വിദ്യാർത്ഥികളുടെ അവരുടെ എൻട്രൻസ് സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് ബ്രില്യന്റിനെ ആശ്രയിച്ച് ബ്രില്യന്റിൽ ചേർന്ന് പഠിച്ചതുകൊണ്ട് ബ്രില്യന്റിലെ മലയാളി കുട്ടികൾക്ക് നേടിയ റിസൾട്ട് മാത്രമാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെന്ററും തിരുവനന്തപുരം മുതൽ താമരശ്ശേരി വരെയാണ് നമ്മളുടെ സെന്റർ. മലയാളി കുട്ടികളുടെ എൻട്രൻസ് സ്വപ്നം അവരെ തമ്മിൽ അവരുടെ ഏറ്റവും ഒരു കോർ ഗ്രൂപ്പിനെ തമ്മിൽ പരസ്പരം മത്സരിപ്പിച്ച് അവരെ തമ്മിൽ പരിചയിച്ച് ഈ മേഖലകളൊക്കെ കാണിച്ചു കൊടുത്തു തന്നെയാണ് ഇത് 2023 JEE മെയിനിലൂടെ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് 100% സ്കോറാണ് ആഷിഖ് സ്റ്റെനി കൊണ്ടുവന്നത്. JEE മെയിൻ കേരള ഫസ്റ്റ് റാങ്കും അതില് JEE അഡ്വാൻസ് 2023 സഞ്ജയ് പി മല്ലാറിലൂടെ ബ്രില്യന്റിലേക്ക് വന്നു. തീർച്ചയായിട്ടും ഒരു IITഷൻ എന്തായിരിക്കണം എന്നുള്ളത് എത്ര കൊച്ചിലെ തന്നെ ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുമ്പോൾ തന്നെ ആ സ്വപ്നം കാണുകയും റെസിഡൻഷ്യൽ ബാച്ചിലൂടെ IITയിൽ എത്തുകയും ചെയ്തു സഞ്ജയ് പി മല്ലാർ. സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇവരൊക്കെ സെലക്ട് ചെയ്തത് ബ്രില്യന്റിനെയാണ്. തീർച്ചയായിട്ടും ഒരാളൊരു അഡ്മിഷന് വേണ്ടി ഇവിടെ വരുമ്പോൾ അവരെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് പേരൻസ് അവർക്ക് അധ്യാപകരോടൊക്കെ അന്വേഷിക്കുമല്ലോ. ആ അന്വേഷണം ചെന്നെത്തിയത് ബ്രില്യന്റിലാണ്. അതാണ് ഓരോ വർഷങ്ങളിലും ബ്രില്യന്റിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇവർക്ക് റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കൂ എന്ന് പറയുന്ന അടിവരയിട്ട് പറയാണ്. റിസൾട്ട് ഉള്ളിടത്ത് പഠിച്ചാലേ റാങ്കിൽ വിവേക് മേനോൻ JEE ബാച്ചിലാണ് പഠിക്കുന്നത്. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിലൂടെ ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിന്റെ 240 നമ്മൾ പറഞ്ഞു ആഷിഖ് സ്റ്റെനി 100% ആയിരുന്നെങ്കിൽ ഐസറിൽ 240 മാർക്ക് മേടിച്ചാണ് വിവേക് മേനോൻ ഐസർ ഫസ്റ്റ് റാങ്ക് വന്നതും IIC ബാംഗ്ലൂരിലെ പ്രവേശനം നേടിയതും. JEE മെയിനും JEE അഡ്വാൻസിന്റെ റിസൾട്ടുകൾ, കേരള എഞ്ചിനീയറിംഗ് റിസൾട്ടുകൾ നമ്മൾ കണ്ടു. ഇതിലെല്ലാം ഒന്നാമനാകാൻ ബ്രില്യന്റിനൊപ്പം എന്നുള്ള മോട്ടോയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ റിസൾട്ടിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ്, മനസ്സിലാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം ഇത് റിസൾട്ട് ഇതിൽ വരുമ്പോൾ IIT എയിംസ് സ്ട്രീമുകളിൽ ഇനി മെഡിക്കൽ സ്ട്രീമിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കേരളത്തിലെ 85% ഏതൊരു 100 റാങ്ക് എടുത്തു കഴിഞ്ഞാലും അതിൽ 85% വിദ്യാർത്ഥികളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. എയിംസ് ആവട്ടെ, ജിപ്മർ ആവട്ടെ, നിങ്ങൾ ഇനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാവട്ടെ, MBBSന് പ്രവേശനം നേടിയിരിക്കുന്ന മലയാളികളിൽ 85% പഠിച്ച സ്ഥാപനത്തിന്റെ പേരാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. അത് ഓരോ വർഷത്തെയും ബ്രില്യന്റ് റിസൾട്ട് അത് സത്യസന്ധമായിട്ട് നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 2024 കൂടെ നമുക്ക് നോക്കാം. 2024 ഹാഫിസ് റഹ്മാൻ JEE മെയിൻ ടോപ്പർ, ബ്രില്യന്റ് റെസിഡൻഷ്യൽ പ്രോഗ്രാമിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. നെവിൻ സിബി JEE അഡ്വാൻസ്ഡ് കേരള ടോപ്പർ, അലൻ ജോണി അനിൽ വീണ്ടും ഐസർ ഫസ്റ്റ് റാങ്ക്. നമുക്ക് ഓരോ കോമ്പറ്റേറ്റീവ് എക്സാം അത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും റിസർച്ച് ആണെങ്കിലും അവിടെ ബ്രില്യന്റ് ഉണ്ട്, മലയാളിയുണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള റിസൾട്ട് ആണ്, സയന്റിഫിക് ആയിട്ടുള്ള പഠിത്തമാണ് നമ്മൾ കൊടുക്കുന്നത്, സയന്റിഫിക് ആയിട്ടുള്ള അധ്യാപന രീതികളാണ്. അതാണ് ഈ റിസൾട്ടിലേക്ക് നയിക്കുന്നത്. തീർച്ചയായിട്ടും 4 പ്രോഗ്രാമുകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒന്ന് റെഗുലർ പ്രോഗ്രാം, +1 +2 ബ്രില്യന്റിന്റെ അടുത്തുള്ള സെന്ററുകളിൽ ചേർന്ന് പഠിച്ച് അതിനടുത്തുള്ള സ്കൂളുകളിൽ ചേർന്ന് എല്ലാ ദിവസവും നടക്കുന്ന ക്ലാസ്സുകളാണ് റെഗുലർ ബാച്ചുകൾ. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ താമരശ്ശേരി വരെ 30ഓളം സ്ഥലങ്ങളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. CBSEയിലും ICSEയിലും സ്റ്റേറ്റ് ബോർഡുകളിലും ചേർന്ന് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കും. രണ്ടാമതായി IIT എയിംസ് ഹൈബ്രിഡ് പ്രോഗ്രാം. +1 +2 ഇഷ്ടമുള്ള സ്കൂളിൽ പഠിച്ചിട്ട് ഞങ്ങളുടെ സെൻറ്ററുകളിൽ നിങ്ങൾ ക്ലാസ്സുകൾ വരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും സെലക്റ്റഡ് ആയിട്ടുള്ള സാറ്റർഡേകളിലും ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് വരുന്നു. അതോടൊപ്പം വെക്കേഷനിലും പബ്ലിക് ഹോളിഡേഴ്സിലും ഒക്കെ ക്ലാസ് ഉണ്ടാവും. കൂടാതെ വീക്ക് ഡേയ്സിൽ മൺഡേ ടു ഫ്രൈഡേയിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടാവും. അങ്ങനെ ഓൺലൈൻ ഓഫ്ലൈൻ ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ബാച്ച് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമുക്കുള്ള പ്രോഗ്രാമാണ് IIT എയിംസ് ഈവനിംഗ് ബാച്ച് പ്രോഗ്രാം. ഈ ഈവനിംഗ് ബാച്ചുകൾ തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമാണ് നടക്കുക. തിരുവനന്തപുരവും എറണാകുളവും ആ ഏരിയയിൽ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ട് കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ സെൻറ്ററുകൾ വരാം. അപ്പോൾ ക്ലാസ് ടൈം എന്ന് പറയുന്നത് ഒരു ഈവനിങ് 4:30 PM തൊട്ട് 7:30 PM വരെ ആയിരിക്കും ക്ലാസ്സുകൾ നടക്കുക. അതിനെയാണ് ഈവനിങ് ബാച്ച് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമതായിട്ട് ബ്രില്യന്റ് IIT എയിംസ് ഓൺലൈൻ പ്രോഗ്രാം. 2 വർഷവും ഓൺലൈനായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണത്. ഏകദേശം 16 മണിക്കൂറോളം ക്ലാസ്സുകൾ ഒരാഴ്ചയിൽ നമുക്ക് കിട്ടും. അത് ലൈവ് ക്ലാസ്സുകളുമാണ്, അതോടൊപ്പം തന്നെ അത് റെക്കോർഡ് ക്ലാസ്സുകളുമാണ്. അതിനെയും പേര് പറയുമ്പോൾ ഹൈബ്രിഡ് ഓൺലൈൻ ബാച്ച് എന്നാണ് പറയുക. കാരണം ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾക്കും കുറച്ച് എക്സാമുകൾ നമ്മുടെ സെന്ററുകളിൽ ഓഫ്ലൈനായിട്ട് വന്നിരുന്നാലുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു സാധ്യതയും കൂടെ നമ്മളവിടെ കൊടുക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പേര് പറയുമ്പോൾ അതിനെയും ഹൈബ്രിഡ് ഓൺലൈൻ ബാച്ചുകൾ എന്നാണ് പറയുന്നത്. ബ്രില്യന്റ് IIT എയിംസ് 2028
ബ്രില്യൻറ്റിൻ്റെ ഈ എക്സ്ക്ലൂസീവ് പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൻറോൾ ചെയ്യുന്നതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഒക്ടോബർ 5-ാം തീയതി കേരളത്തിന്റെ 14 ജില്ലകളിലും അതുപോലെ തന്നെ ദുബായ്, ഖത്തർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലും ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു സെന്ററിൽ പരീക്ഷ എഴുതി ബ്രില്യൻറ്റിന്റെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാം. അപ്പൊ മറക്കാതിരിക്കുക, ബ്രില്യൻറ്റിന്റെ IIT എയിംസ് 2028 പ്രോഗ്രാമിലേക്കുള്ള ബ്രില്യൻറ്റിന്റെ ആദ്യ സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് ഈ വരുന്ന ഒക്ടോബർ 5. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ ടെസ്റ്റിന് അപേക്ഷിക്കാനുള്ള പ്രായോഗിക യോഗ്യത. അപ്പൊ സാറേ, നമ്മളെ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സിലബസ് എന്തൊക്കെയാണ്? സ്ക്രീനിംഗ് ടെസ്റ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് ബ്രില്യൻറ്റ് പ്രിപ്പയർ ചെയ്ത ഒരു സിലബസ് ആണ്. CBSE, സ്റ്റേറ്റ്, ISC അങ്ങനെ പല സ്ട്രീമുകളിൽ കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ടോപ്പിക്കുകളെ ബേസ് ചെയ്ത് ആണ് ബ്രില്യൻറ്റ് സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഏതൊക്കെ ചാപ്റ്ററുകൾ, ഏതൊക്കെ ടോപ്പിക്കുകളാണ് കുട്ടികൾ പഠിക്കേണ്ടതെന്നുള്ളത് ബ്രില്യൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ ബ്രോഷറിൻ്റെ കൂടെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിലബസ് കുട്ടികൾക്ക് പരിചയമാക്കാൻ വേണ്ടി ഒരു കണ്ടന്റ് അനാലിസിസ്, ഓരോ സിലബസിലും ഏതൊക്കെ കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു കണ്ടന്റ് അനാലിസിസ് ക്ലാസ്സുകളും ഏകദേശം 25ഓളം ക്ലാസ്സുകളും നമ്മൾ അവർക്ക് വേണ്ടി റെഡിയാക്കിയിട്ട് അതേപോലെ തന്നെ യൂട്യൂബിലായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ എക്സാമിന് ഒരു എക്സാം ഫീൽ കിട്ടാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകൾ, ഒരു 10ഓളം മോക്ക് ടെസ്റ്റുകളും നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതിൽ ഓൾറെഡി 7 മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു എന്നോർത്ത് പേടിക്കൊന്നും വേണ്ട. ഇനി എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്. കൂടാതെ ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പ്രാക്ടീസ് ചെയ്യത്തക്ക രീതിയിൽ അവരുടെ പ്രൊഫൈലിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ അപ്പൊ അവർക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വൈകി ജോയിൻ ചെയ്തു അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ടെൻഷന്റെ ഒന്നും ഒരാവശ്യമില്ല. ഇപ്പൊ ഏറ്റവും അവസാനം ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് പോലും എല്ലാം നമ്മുടെ കണ്ടന്റ് അനാലിസിസുകളും വീഡിയോ ക്ലാസ്സുകളും നമ്മുടെ മോക്ക് ടെസ്റ്റുകളും അവരുടെ പ്രൊഫൈലിൽ ആക്റ്റീവായിരിക്കും. ഒക്ടോബർ 5 നടക്കുന്ന ഈ സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റിലൂടെയാണ് നിങ്ങൾ IIT എയിംസ് 2028 ബാച്ചിന്റെ ഭാഗമാവുന്നത്. അപ്പോൾ ഒരു സംശയം വരികയാണ്, ഈ IIT എയിംസ് 2 കോഴ്സുകളല്ലേ? തീർച്ചയായിട്ടും. അതിന് ഒറ്റ ടെസ്റ്റ് ആണോ സാറേ ഉള്ളത്? എഞ്ചിനീയറിംഗ് ബാച്ചാണ്, ഒന്ന് മെഡിക്കൽ ബാച്ചാണ്. അപ്പോൾ കോമൺ ആയിട്ട് ഒറ്റ ടെസ്റ്റിൽ നിന്നാണോ എന്നുള്ളത് സ്വാഭാവികമായ സംശയമാണ്. യെസ്, ടെസ്റ്റിന്റെ റിസൾട്ടിന് ശേഷം കുട്ടികൾക്ക് അവർക്ക് ഓപ്റ്റ് ചെയ്യാം, അവർക്ക് തീരുമാനിക്കാം IIT വേണോ അതോ മെഡിക്കൽ സ്ട്രീം എയിംസ് ബാച്ചാണോ വേണ്ടത്, സ്കൂൾ ഏതാണ് വേണ്ടത്, സ്ട്രീം ഏതാണ് വേണ്ടത്, കുട്ടികൾക്ക് തീരുമാനിക്കാം. അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ആ ഒരു സ്ട്രീം തിരഞ്ഞെടുക്കാനായിട്ടും ഒരു IITയോ എയിംസോ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചത് എന്താണോ റാങ്കിന്റെ ബേസിൽ സ്കൂൾ സെലക്ട് ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ അവസരവുമാണ് നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റിലൂടെ നടക്കുന്നത്. അതും മാത്രമല്ല, നിരവധി സ്കോളർഷിപ്പുകളാണ് വിദ്യാർത്ഥികൾക്കായിരിക്കുന്നത്. ഫസ്റ്റ് പ്രൈസിന് 10 ലക്ഷം രൂപയാണ്. അതായത് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഏത് ലെവൽ വരെയും അവന്റെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോളർഷിപ്പാണ്. ഒന്നാമന് എത്തുന്നത് 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ആണെങ്കിൽ ഇത് സെക്കൻഡ് പ്രൈസ് 5 lakh, തേർഡ് പ്രൈസ് 4 lakh, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് 3 lakhs. കൂടാതെ സ്ക്രീനിംഗ് ടെസ്റ്റിലൂടെ 100 കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി പഠിക്കാനുള്ള അവസരവും. അത് നമുക്കൊന്ന് കാണിക്കാം. അതെ, കൃത്യമായിട്ട് കാണിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അതെ, ആദ്യ 5 റാങ്ക് വരെ നമ്മൾ പറഞ്ഞായിരുന്നു 3 ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് വരുന്നത്. 6ാം റാങ്ക് മുതൽ 50ാം റാങ്ക് വരെ 100% സ്കോളർഷിപ്പാണ് ലഭിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റ ടെസ്റ്റിലൂടെയാണ് ആദ്യ 50 റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ 100% സ്കോളർഷിപ്പോട് കൂടി അയാൾക്ക് പഠിക്കാനായിട്ട്. എഡ്യൂക്കേഷൻ സെക്ടറിൽ ബ്രില്യൻറ്റ് നൽകുന്ന, ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പ് സ്കീമുകളാണ് ബ്രില്യൻറ്റ് നൽകുന്നത്. തീർച്ചയായിട്ടും. ഇതാ 70 റാങ്കിനുള്ളിലാണ് വന്നതെങ്കിൽ 90% സ്കോളർഷിപ്പായി ലഭിക്കുകയും ചെയ്യും. 71 മുതൽ 90 വരെ റാങ്കുകാർക്ക് 80% കോഴ്സ് ഫീസിന്റെ നമുക്ക് 80% സ്കോളർഷിപ്പാണ് കുട്ടികൾക്ക് ലഭിക്കുക. 110 റാങ്ക് വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 70%, 130 വരെ 60%, ആദ്യം 150-നാണെങ്കിൽ
ആണെങ്കിൽ ഏറ്റവും മിനിമം 50% സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ സാധിക്കും. ഇനിയും നിരവധി 151 മുതൽ 170 വരെ 40% സ്കോളർഷിപ്പ് ലഭിക്കുമ്പോൾ 190 എത്തുമ്പോഴേക്കും 30%, ആദ്യ 500 റാങ്കിൽ 20% സ്കോളർഷിപ്പും ഗ്യാരണ്ടിയാണ്. ഇത് ആദ്യ 1000 റാങ്കിനുള്ളിലാണെങ്കിൽ 15% സ്കോളർഷിപ്പോട് കൂടി നമുക്ക് പഠിക്കാം. മെറിറ്റോറിയസ് സ്റ്റുഡൻസിന് എല്ലാം തന്നെ മിനിമം 10% സ്കോളർഷിപ്പോട് കൂടിയാണ് ഒക്ടോബർ 5 സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓർക്കുന്നത് ഇത് സ്ക്രീനിംഗ് ടെസ്റ്റിന് മാത്രം സ്കോളർഷിപ്പാ. അത് കഴിഞ്ഞ് അങ്ങോട്ട് കേരള നാഷണൽ ലെവൽ പരീക്ഷകൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്ക് 1 കോടി രൂപ നൽകിയാണ് ബ്രില്യന്റ് ശ്രീനന്ദൻ സർമിൽ എയിംസിലെത്തിയത്. കോടിപതിയായിട്ടാണ് ഇന്ന് ശ്രീനന്ദ പഠിക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ IIT നമ്മുടെ ടോപ്പിലെത്തിയ കുട്ടിക്ക് 50 ലക്ഷം രൂപ നമ്മൾ തീർച്ചയായിട്ടും തോമസ് തിരുമേലി പഠിക്കുന്നു. ഏറ്റവും നല്ല സ്കോളർഷിപ്പുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവർ ഈ ടെസ്റ്റ് അപ്പിയർ ചെയ്താൽ മതി. അവരുടെ ലൈഫ് സാർ പറഞ്ഞ പോലെ അല്ലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആയിരിക്കും ബ്രില്യന്റിലെ ഒരു സ്കോളർഷിപ്പ് കിട്ടുക. നോക്കൂ, 10% മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഒക്ടോബർ 5 സ്ക്രീനിംഗ് ടെസ്റ്റിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് സ്കീമാണ് ബ്രില്യന്റ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. സർ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കുട്ടിക്ക് എത്ര രൂപയുടെ സ്കോളർഷിപ്പ് ആണ് വിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്? റെഗുലർ ബാച്ചുള്ള ഒരു കുട്ടിയാണെങ്കിൽ 25,000 രൂപയുടെ ഏറ്റവും മിനിമം സ്കോളർഷിപ്പ് മുതൽ 10 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് ടെസ്റ്റിലൂടെ കുട്ടിക്ക് വിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഏത് ബാച്ചാണെങ്കിലും, ഹൈബ്രിഡ് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഇതിന് ആനുപാതികമായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നത്. വിവിധ തരം സ്കോളർഷിപ്പുകളെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 1 രൂപ പോലും ചെലവില്ലാതെ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടി പഠിക്കാനുള്ള ഒരു അവസരമാണ് ബ്രില്യന്റ് കുട്ടികൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. അപ്പൊ മിസ്സേ, എത്ര രൂപയുടെ സ്കോളർഷിപ്പ് ആണ് ബ്രില്യന്റ് അവർക്കായി കൊടുക്കുന്നത്? അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 20 കോടിയിലധികം രൂപയുടെ സ്കോളർഷിപ്പ് ആണ് ബ്രില്യന്റ് കുട്ടികൾക്കായി നൽകുന്നത്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു അവസരത്തിൽ കുട്ടികൾക്കായി കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും ബ്രില്യന്റ് തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. മോക്ക് ടെസ്റ്റുകൾ ആണെങ്കിലും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും, അതുപോലെ കണ്ടന്റ് വീഡിയോസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ എക്സാം എഴുതുക, നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. സ്ക്രീനിംഗ് ടെസ്റ്റ് വഴിയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പിനെ പറ്റി നമ്മൾ കേട്ടു. ഒരു കാര്യം കൂടെ പറയട്ടെ, സ്ക്രീനിംഗ് ടെസ്റ്റ് ക്വാളിഫൈഡ് ആയ ഒരു സ്റ്റുഡൻറ്റിന് സാമ്പത്തിക പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനത്തിനോ അവൻ്റെ സ്വപ്നത്തിനോ യാതൊരു തടസ്സവും സംഭവിക്കുകയില്ല. ബ്രില്യന്റ് അവരുടെ കൂടെയുണ്ട്. അതെ, ആഗ്രഹിക്കുന്നവർക്ക് അർഹിക്കുന്നവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന സ്വപ്നവുമായി ബ്രില്യന്റ് സ്റ്റഡീസ് സെന്ററിന്റെ സ്റ്റുഡന്റ് മൈത്രി സ്കീം. അപ്പൊ ഒക്ടോബർ 5 നടക്കുന്ന നമ്മുടെ സ്ക്രീനിംഗ് ടെസ്റ്റിന്റെ എക്സാം പാറ്റേൺ നമുക്ക് എന്താന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ ഡ്യൂറേഷൻ 2 മണിക്കൂറാണ് ഉള്ളത്. പിന്നെ നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നമ്മുടെ ടെസ്റ്റ് മീഡിയം വരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്ട്സ് വരുന്നത് നമുക്കറിയാം, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. ഇവർ 3 പേരും തന്നെയാണ് നമ്മുടെ സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്. 2 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് സെക്ഷൻ A ആണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ Aയിൽ വരുന്നത്. നമ്മൾ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും മാത്തമാറ്റിക്സും ഓരോ സബ്ജക്റ്റിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ്. ഒരു കറക്റ്റ് ആൻസറിന് 4 മാർക്കാണ്. ഒപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, തെറ്റിപ്പോവാണെങ്കിൽ -1 ആണ്. പിന്നെ നമ്മൾ സെക്ഷൻ B. സോ നമ്മൾ സെക്ഷൻ B നോക്കുന്ന സമയത്ത് അവിടെ ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പം ഓരോ സബ്ജക്റ്റിൽ നിന്ന് ഈ സബ്ജക്റ്റിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിൽ തന്നെ നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇതുപോലെ 4 മാർക്കാണ് നമുക്ക് ശരിയാവുമ്പോൾ ഉത്തരത്തിന് മാർക്ക് കിട്ടുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, പിന്നെ ഓൾ ടുഗെദർ നമ്മുടെ എക്സാം പാറ്റേണിൽ നോക്കുമ്പോൾ നമുക്ക് ഓൾ ടുഗെദർ 75 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 60 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഓൾ ടുഗെദർ മാർക്ക് 240 മെയിൻ റിസൾട്ട് വരുമ്പോഴാട്ടെ, IIT റിസൾട്ട് വരുമ്പോഴാട്ടെ, മെഡിക്കൽ റിസൾട്ട് വരുമ്പോഴാട്ടെ, നീറ്റിന്റെ റിസൾട്ട് വരുമ്പോഴാട്ടെ, എന്തായിക്കോട്ടെ ബ്രില്യന്റ് ആണ് എന്നും മുന്നിൽ. മാത്രവുമല്ല, ബ്രില്യന്റ് കുട്ടികൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ കുട്ടിയുടെയും വ്യക്തിത്വത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പേഴ്സണൽ അറ്റൻഷൻ ആൻഡ് കെയറിനായി 1-to-1 മെന്റൽ സപ്പോർട്ട് എല്ലാ സെന്ററുകളിലും ലഭ്യമാണ്. ഇതുകൂടാതെ ഓരോ സെന്ററിനും ഒരു സെന്റർ ഹെഡ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ കോർഡിനേറ്റേഴ്സും. ആ കോർഡിനേറ്ററിന്റെ മേൽനോട്ടത്തിലായിരിക്കും ആ ക്ലാസ്സുകൾ അവിടെ റൺ ചെയ്യുക. മാത്രമല്ല, ബ്രില്യന്റിന്റെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ബ്രില്യന്റിന്റെ മാത്രം ഒരു യുണീക്നെസ് ഉണ്ട്. അതെന്താണ് മിസ്സേ? ഞങ്ങളുടെ ഡയറക്ടേഴ്സ്, ഓരോ സെന്ററിലും ഞങ്ങളുടെ ഡയറക്ടേഴ്സ് കൃത്യമായി എത്തി അവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് എല്ലാ കോഴ്സുകളും നടക്കുന്നത്. ഏറ്റവും അധികം നമുക്ക് IIT എയിംസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ ആ ഒരു കൺസെപ്റ്റിനെ കൂടി തീർച്ചയായിട്ടും നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. +1 +2 പഠനം
കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ സിലബസ് ഇത് രണ്ടും സത്യത്തിൽ ഒന്ന് തന്നെയാണ്. യാതൊരു സ്കൂളിൽ പഠിക്കുന്നതും എൻട്രൻസിന് പഠിക്കുന്നതും ഒരേ സിലബസ് ആണ്, ഒരു വ്യത്യാസവും ഇല്ല. രണ്ടും NCERT സിലബസിന്റെ ബേസിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് അവരുടെ സിലബസുകൾ തരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സിലബസ് 100% NCERT-യിൽ തന്നെയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം കൺസെപ്റ്റ് നന്നാക്കിയിട്ട് മനസ്സിലാക്കി പഠിച്ചു തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നത്. ബോർഡ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ സബ്ജക്റ്റ് പഠിക്കുന്നു, തിയറി പഠിക്കുന്നു. ആ തിയറി വെച്ച് പരീക്ഷയുടെ അപ്രോച്ചിലുള്ള വ്യത്യാസം മാത്രം. അവിടെ പരീക്ഷ വരുന്നു, ക്വസ്റ്റ്യൻ വരുന്നു, നമ്മൾ അവിടെ സ്റ്റെപ്പുകൾ വഴി എഴുതി ആൻസർ കണ്ടുപിടിക്കുന്നു എന്ന് മാത്രം. ഇവിടെ നമുക്ക് ടൈം ബൗണ്ട് ആണ്, എൻട്രൻസിന്റെ ഒരു ലോജിക്കാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. സ്റ്റെപ്പിന് പ്രാധാന്യമൊന്നും വേണ്ട. ഫൈനൽ ആൻസർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടി. ഇതല്ലാതെ ഇത് തമ്മിൽ സബ്ജക്റ്റ് വൈസ് യാതൊരു വ്യത്യാസവും. അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ സബ്ജക്റ്റ് സ്ട്രോങ് ആയിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം. അഡീഷണൽ ആയിട്ട് MCQ അല്ലെങ്കിൽ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെയും രീതിക്കനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ആവുക എന്നുള്ളത് മാത്രമേ. നമുക്ക് 2025 ബോർഡ് എക്സാമിന്റെ റിസൾട്ട് CBSE ഉദാഹരണം എടുത്താൽ 500-ൽ 499 മാർക്ക് കിട്ടിയ കുട്ടി 499 മാർക്ക് വരെ നമ്മുടെ എങ്ങനെയായിരിക്കും ഇത് ഈ ബോർഡ് എക്സാമിനും കൂടി ഇത്രയധികം ടോപ്പ് പെർഫോമൻസ് കാണിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നത്? അത് കേരളത്തിലെ കുട്ടികളുടെ ഒരു പ്രത്യേകത. നമ്മൾ മറ്റ് സ്റ്റേറ്റിലെ കുട്ടികളെ എടുത്ത് നോക്കിയാൽ അവർ ആ ഒരു രീതിയല്ല പോകുന്നത്. നമ്മൾ ബോർഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്കൂൾ കൺസെപ്റ്റും കൂടെ കൂട്ടിച്ചേർത്താണ് പോകുന്നത്. കേരളത്തിലെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ബോർഡ് എക്സാമിന് മാർക്ക് വേണം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സിലബസുകൾ അല്ലെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നതും അതുപോലെ തന്നെയാണ്. നമ്മൾ തിയറി സ്ട്രോങ് ആയിട്ട് പഠിപ്പിക്കുന്നു. ആ തിയറി സ്ട്രോങ് ആയിട്ട് പഠിക്കുമ്പോൾ തന്നെ ബോർഡ് എക്സാം എന്ന കാര്യം അതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സുകൾ നേരത്തെ തുടങ്ങുന്നുണ്ടോ? ഇവർക്ക് റിവിഷൻ ഉള്ള ഒരു ആവശ്യകത? തീർച്ചയായിട്ടും. നമ്മൾ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2 വർഷത്തെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 3 വർഷത്തെ ഒരു എഫേർട്ടാണ് ഇതിനകത്ത് വരിക. നേരത്തെ ക്ലാസ്സുകൾ ആരംഭിക്കും. ഏപ്രിൽ മാസത്തിലൊക്കെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ ഇവർ 60% പഠിച്ചു കഴിഞ്ഞിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത്രയും ഭാഗങ്ങൾ അവർ പഠിക്കുന്നു. ഒരു ഫസ്റ്റ് ഇയർ നോർമൽ കുട്ടികൾ ഒരു ഡിസംബർ ആകുന്ന സമയം ആകുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ഇയർ ടോപ്പിക്കുകൾ തീരും. അവിടെ നമ്മൾ സെക്കൻഡ് ഇയർ വീണ്ടും ആരംഭിക്കുകയാണ്. ആ സെക്കൻഡ് ഇയർ ടോപ്പിക്കുകൾ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ സെപ്റ്റംബർ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആകും. സെപ്റ്റംബർ തുടങ്ങി വീണ്ടും റിവിഷനാണ്. അതായത് പിന്നീടുള്ള നീറ്റ് വരെ ഒരു ഏകദേശം 8 മാസം ഒരു അക്കാദമിക് ഇയർ ഫുൾ ടൈം നമുക്ക് പഠിക്കുന്നതിനും റിവിഷനും വേണ്ടിയുള്ള സമയം. ശരിക്കും പറഞ്ഞാൽ JEE പോലുള്ള ഒരു എക്സാമിനാണ്. കാരണം ജനുവരിയിൽ JEE എക്സാം വരും. അപ്പോഴത്തേക്കും കുട്ടികൾ 3 പ്രാവശ്യം റിവൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. 3 അല്ല, നമുക്ക് ഒരു സെപ്റ്റംബർ മാസം തൊട്ട് പിന്നെയുള്ള കാലം മുഴുവനും നോർമലി മറ്റ് കുട്ടികൾ +2 പഠിക്കാൻ തുടങ്ങുന്നേ ആ സമയം ആകുമ്പോൾ ഇവർ തീർക്കുക. അതാണ് 2 വർഷം കൊണ്ട് 3 വർഷം നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു 8 മാസം റിവിഷനും പരീക്ഷകളായിട്ട് തന്നെ. അത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളതും എൻട്രൻസ് രണ്ട് രീതിയിലുണ്ട്. നമ്മൾ ബോർഡ് എക്സാമിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഓരോ ടോപ്പിക്കുകൾക്കും നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനും ഉണ്ടാകും, ഒബ്ജക്റ്റീവ് എക്സാമിനേഷനും ഉണ്ട്. അതുപോലെ നീറ്റ് ആണെങ്കിൽ നീറ്റ് മോഡൽ പരീക്ഷ, IIT ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2 എക്സാമുകൾ, അതായത് JEE മെയിൻ്റെ രീതിയിലുണ്ടാവും, JEE അഡ്വാൻസിൻ്റെ ഉണ്ടാവും. ഇനി പിന്നീട് മോഡൽ എക്സാമുകളുടെ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ എൻട്രൻസുകൾ നമ്മൾ എഴുതുന്നുണ്ടോ 2028 ഏതൊക്കെ എക്സാം എഴുതാമോ അതിന്റെ എല്ലാ പ്രാക്ടീസുകളും മോഡലുകളും നമ്മൾ മുമ്പോട്ട് പോകും. സാർ, ഈ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു പ്ലാൻ വേണമല്ലോ, ഒരു സിസ്റ്റം ഉണ്ടാവല്ലോ. അതെന്താണ് യഥാർത്ഥത്തിൽ പ്ലാൻ എന്ന് പറയുന്നത്? സാറേ, ഡേ അല്ലെങ്കിൽ ഓരോ ദിവസം തൊട്ട് ഡേ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ ഒരു ആഴ്ചയിൽ വീക്ക്ലി പ്ലാനുകൾ നമുക്കുണ്ട്. അതോടൊപ്പം അതിനെ കമ്പൈൻ ചെയ്ത് വരുന്ന മന്ത്ലി പ്ലാനുകൾ വരുന്നു. ആ മന്ത്ലി പ്ലാനിൽ നിന്ന് ഇയർ പ്ലാനുകളാകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 2 വർഷത്തേക്കുള്ള പ്രോഗ്രാം ഇപ്പോഴേ റെഡിയാണ്. അത് പ്രിന്റ് ചെയ്തിട്ടൊരു ഷെഡ്യൂളാണ് നമുക്ക് 2028. തീർച്ചയായിട്ടും ഓരോ മാസത്തിലും നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന പരീക്ഷകൾ, ഏതൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ എടുത്തു തീർക്കുന്നു എന്നുള്ളത്, അതുപോലെ ആ മാസത്തിൽ നടക്കുന്ന പരീക്ഷകൾ, ഓരോ ആഴ്ചയിലും നടക്കുന്ന യൂണിറ്റ് എക്സാമുകൾ ഏതൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ഇയർ പ്ലാൻ ഉൾപ്പെടെയുള്ളത് പ്രിന്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ ആ ചാപ്റ്ററിന് സിംഗിൾ എക്സാം നമുക്കുണ്ടാവും. ആ ഒരു റൗണ്ട് എന്ന് ഞങ്ങൾ പറയും. ഒരു ഫിസിക്സും ഒരു കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഒരു ബയോളജി രീതിയിൽ പറഞ്ഞാൽ അതിനെ ഒരു റൗണ്ട് എന്ന് പറയും. ആ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ആ റൗണ്ടിന്റെ തന്നെ ഒരു മോഡൽ എക്സാമിനേഷൻ നടക്കും. ആ മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ അടുത്ത
യൂണിറ്റ് എക്സാമുകൾ നടന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ട് ആകും. ആ റൗണ്ടുകളെ കമ്പൈൻ ചെയ്താണ് അടുത്ത മോഡൽ എക്സാമിനേഷൻ വരുന്നത്. ഇത് ഈ എല്ലാ സെന്ററിലുമുള്ള ടോപ്പേഴ്സ് എല്ലാം ഒരുമിച്ച് ഒരേ എക്സാം ആണ് എഴുതുന്നത്. ഒറ്റ എക്സാമാണ്, എല്ലാവർക്കും ഒന്നിച്ച് ഒരേ പരീക്ഷകളാണ് നമ്മൾ ഇവരെ ഉൾപ്പെടുത്തുന്നത്. അപ്പം യൂണിറ്റ് എക്സാം, മോഡൽ എക്സാം, ആ മോഡൽ എക്സാമുകൾ ഓരോ മോഡൽ റൗണ്ട് കഴിയുമ്പോൾ അത് ക്യുമുലേറ്റീവ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അവനോൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു എക്സാമിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരുടെ ഒരു പഠനത്തിന്റെ സ്റ്റൈല് എങ്ങനെ മാറ്റണം എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ അവരുടെ ഒരു കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഇവർക്ക് അറിയാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇവര്. അതുകൊണ്ടാണ് ബോർഡ് എക്സാമിലും ഉയർന്ന മാർക്ക് മേടിക്കുക, ഒപ്പം കോമ്പറ്റീറ്റീവ് പേരും ഇത്ര ടോപ്പായിട്ട് നിൽക്കാൻ. കൂടാതെ നമുക്ക് വേറൊരു വലിയ സിസ്റ്റം കൂടി ഉണ്ട്. നമ്മുടെ കൂടെ പറഞ്ഞ കരിയർ ഗൈഡൻസ്, ഏതൊക്കെ മേഖലകളിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ അതിൻ്റെ കരിയർ ഗൈഡൻസ് ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് തരാനായിട്ട് കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് യാതൊരു തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ പുറത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് പറയും +1 +2 കൂടെ എൻട്രൻസ് പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, +2 ശേഷം ഒരു വർഷം മാറ്റിക്കളയുന്നതാണ് നല്ലതെന്നൊക്കെ പറയും. പക്ഷേ സത്യം അതല്ല. +1 +2 കൂടെ പഠിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ആണെങ്കിൽ 10 വർഷം അല്ല 15 വർഷം മുമ്പോട്ടുള്ള നിരവധി ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും +2 ശേഷം എല്ലാവരും പറയും ഒരു അണ്ടർ ഗ്രാജുവേഷൻ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുക. ധാരാളം സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. IITകളും എയിംസുകളും IISTകളും IISCയും NITകളും അതുപോലെ എഞ്ചിനീയറിംഗിൻ്റെയും മെഡിക്കലിൻ്റെയും ഡിഗ്രിയുടെയും റിസർച്ചിൻ്റെയും ഐസറിൻ്റെയും നൈസറും ഒക്കെയുള്ള ധാരാളം സ്ഥാപനങ്ങൾ. എന്തായിരിക്കാം ഒരു കുട്ടി തൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് പഠനം ഒരു വലിയ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കേതികത്വം എന്തായിരിക്കാം? പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആൾക്ക് പിന്നീട് മുൻപോട്ട് വരുമ്പോൾ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. മൾട്ടിനാഷണൽ കമ്പനികളുടെ CEOമാർ, ഇനി അഥവാ UPSC എക്സാമുകൾ എഴുതിയിട്ട് സിവിൽ സർവീസ് കിട്ടിയ IAS IAS IPS ഒക്കെ കിട്ടിയ നമ്മുടെ എത്ര വിദ്യാർത്ഥികൾ നമുക്ക് എക്സാമ്പിൾ ഉണ്ട് സാറേ. അതാണ് അവർ പിന്നീടുള്ള അവരുടെ ആ കരിയറിൽ ഏറ്റവും അതിന്റെ ഏറ്റവും പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആരെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ് പഠനം ഇതുപോലുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും. അതിലിപ്പോൾ രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിവിൽ സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് ജോലിയിലായിരിക്കാം. ഏതൊരു മേഖലകളിലാണെങ്കിലും ആ ഒരു ടോപ്പ് മോസ്റ്റ് പദവിയിലിരിക്കുന്ന ഒരാളുടെ ഒരു അക്കാഡമിക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചെ അതുപോലെ നമ്മൾ പറയും +1 +2 പഠിക്കുമ്പം ഏറ്റവും ഒരു കോർ ഗ്രൂപ്പിൽ പഠിക്കുക എന്നാണ്, അതാണ് ബ്രില്യൻറ്റിൽ പഠിക്കുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മളുടെ ഈ അണ്ടർ ഗ്രാജുവേറ്റ് പഠനം ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പൊസിഷനൊക്കെ അപ്പുറത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പാക്കേജുകൾ. അത് മാത്രമല്ല അവരുടെ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ചവരോടൊപ്പമാണ് IITകളിലും NITകളിലും എയിംസുകളിലൊക്കെ അവർ പഠിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും മിടുക്കരോട് കൂടി പഠിക്കാനായിട്ട് അവരുടെ സാലറി പാക്കേജ് ഒരു ഡിഗ്രി കഴിയുമ്പോൾ തന്നെ അവരുടെ സാലറി പാക്കേജ്, ആ പാക്കേജിൽ നിന്നുകൊണ്ടാണ് അവർ ഹയർ സ്റ്റഡീസിന് പോകുന്നത്. കോടികളാണ്. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ആറ്റിറ്റ്യൂഡിനും പാഷനും ഒക്കെ അനുസരിച്ച് തങ്ങളുടെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാനായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പഠനം ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റിന് ജോയിൻ ചെയ്യുന്നതിനായി brilliantbala.org എന്ന വെബ്സൈറ്റിന്റെ സ്റ്റുഡന്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വലിയ സ്വപ്നങ്ങൾ കാണാൻ തയ്യാറുള്ള, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറെടുക്കുന്ന, പഠനം ഹോബിയാക്കുന്ന ചുണക്കുട്ടികളെയും കാത്ത ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന്റെ IIT എയിംസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം 2028. Brilliant Study Center, India's #1 coaching center for NEET and JEE.